ഞാനിപ്പോൾ തെറാപ്പി എടുക്കുന്നുണ്ട്. അതായത് തെറാപ്പി എടുക്കുന്നവരൊക്കെ വട്ടന്മാർ, ഭ്രാന്ത, സ്ത്രീകൾ ഉൾപ്പെടെ ഒരുപാട് പേര് പുച്ഛിച്ചു തള്ളും. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു പാഷൻ, മൂഡ് സ്വിങ്സ്. പണ്ട് ഞാനത് അനുഭവിക്കേണ്ടവളാണ്. അവളെ കണ്ടോ, അവക്കൊരു കുഴപ്പമില്ല, പിന്നെ നിനക്ക് എന്താണ് കുഴപ്പം? ഇത് മൂഡ് സ്വിങ്സിന്റെ ആയിരുന്നു, ഇതല്ലാത്ത കഷ്ടപ്പാട്. ഹേയ് ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് വിത്ത് അരുണ. സോ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം സ്റ്റേജ്, ഇതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു കുട്ടിച്ചിൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷെ നടന്നില്ല. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ ഇതിനെപ്പറ്റി ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് കിട്ടിയ എൻ്റെ എക്സ്പീരിയൻസസും അതേപോലെ കുറേ പേരുടെ ലൈഫ് എക്സ്പീരിയൻസസ് കണ്ടതും എല്ലാം കൂടെ ചേർത്തിണക്കി എനിക്ക് മനസ്സിലായ ഈ 29-ാം വയസ്സ് വരെ ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ ജസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് പേര് മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു. അരുണ എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്? അരുണ എങ്ങനെയാണ് ഇത്ര, അതായത് ഈ ഒരു പ്രായത്തിൽ 2 പിള്ളേർ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? എങ്ങനെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഇത്ര സിമ്പിളായിട്ട് നോക്കുന്നു എന്ന്, അതായത് ഞാനെല്ലാം ഇങ്ങനെ ഭയങ്കര മാജിക്കലായിട്ട് ചെയ്യുന്നത് പോലെ എനിക്ക് കുറച്ച് പേര് മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു യെസ്, എന്തായാലും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം. കാരണം ഞാനും പണ്ട് ഇതേപോലെ പലരുടെയും വീഡിയോ കാണുമ്പോൾ കൊള്ളാലോ, അപ്പോൾ ഞാൻ എന്ത് മോശമാണ്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റുന്നില്ലല്ലോ, ഇതേപോലെ ചെയ്യാനൊന്നും എന്നെക്കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാനും. മേ ബി എൻ്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങളും അത് തന്നെയായിരിക്കും വിചാരിക്കുന്നത്. എൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ടിപ്പോൾ 1 ഇയർ, സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും 1 ഇയർ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ പോസ്റ്റ്പാർട്ടം സ്റ്റേജിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാനിപ്പോൾ തെറാപ്പി എടുക്കുന്നുണ്ട്. അതായത് ഞാൻ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടി. അപ്പം നിങ്ങൾ വിചാരിക്കും, അയ്യോ ഈ കൊച്ചു സൈക്കോളജിസ്റ്റിനെ കാണുന്നുണ്ടോ, ഇതിന് കണ്ടാൽ പറയത്തില്ലല്ലോ. എന്നെ കണ്ടാൽ എങ്ങനെ പറയണം? ഈ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നവർ കണ്ടാൽ പിന്നെ എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. ഈ ആൾക്കാർക്കൊരു ധാരണയുണ്ട്, സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നവരൊക്കെ അല്ലെങ്കിൽ തെറാപ്പി എടുക്കുന്നവരൊക്കെ വട്ടന്മാർ, ഭ്രാന്തന്മാരാണ്. അട്ടർ നോൺസെൻസ് ആണ്, അട്ടർ നോൺസെൻസ്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുവാണെങ്കിൽ മെൻ്റൽ ഹെൽത്തിന് നിങ്ങൾ ഒരു പടി കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പലരും ഉണ്ടല്ലോ പോസ്റ്റ്പാർട്ടം സ്റ്റേജ് അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകൾ ഉൾപ്പെടെ ഒരുപാട് പേര് പുച്ഛിച്ചു തള്ളുന്നുണ്ട്. മൂഡ് സ്വിങ്സ്. ചിലരൊക്കെ പറയണേക്കാം ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു പാഷൻ, മൂഡ് സ്വിങ്സ്. പണ്ട് ഞങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നീ പറയുന്ന നിങ്ങൾക്കും മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഇവരും, ഈ പറയുന്ന സ്ത്രീകളും, അതായത് നമ്മുടെ അമ്മമ്മമാർ ആ ഒരു ഏജിലുള്ളവരായിരിക്കുമല്ലോ നമ്മളെ പുച്ഛിക്കുന്നത്. പിന്നെ കുറേ ഇത്തിൽ കണ്ണി പോലെ കുറച്ച് പേരുണ്ടാവും നമ്മുടെ അതേ ഏജുള്ളവർ, പക്ഷേ എന്നാൽ കുലസ്ത്രീകളായിട്ട് നിൽക്കുന്ന കുറേ പേരുണ്ട്. ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളിതൊക്കെ അനുഭവിക്കുന്നുണ്ട്, പക്ഷേ അത് നിങ്ങൾ എന്തോ ഒരു പ്രിവിലേജ് ആയിട്ട് കണക്കാക്കും. അതായത് ഞാനിത് അനുഭവിക്കേണ്ടവളാണ്, എനിക്കിത് അനുഭവിക്കണം എന്നാൽ മാത്രം ഒരു സ്ത്രീ ആവുള്ളൂ. ഞാൻ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്കൊരു 4th month 6th month ഒക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ബോറായിരുന്നു. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വേറൊരാൾക്ക് പോലും മനസ്സിലാവുന്നില്ല എൻ്റെ പ്രശ്നം എന്തുവാന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പെയിൻ ഉണ്ടല്ലോ, അതായത് സ്റ്റിച്ചിൻ്റെ പെയിൻ ഉണ്ടല്ലോ, അതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഈ പറയുന്ന മൂഡ് സ്വിങ്സ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്താ മാർക്കും ഇല്ലാത്തതാണോന്ന്. നമ്മൾ ആഗ്രഹിച്ചിട്ട് വരുന്നൊരു കാര്യമല്ല നമ്മുടെ ഈ ഹോർമോൺ ചേഞ്ച് അല്ലെങ്കിൽ നമ്മുടെ മൂഡ് സ്വിങ്സ് ഉള്ളത്. ഇത് ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല, ആർക്കും താല്പര്യമില്ല ഇതേപോലെ മൂഡ് ഓഫ് ആയിട്ടിരിക്കാനോ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കാനോ ഒന്നും ആരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. ഇത് നമ്മുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി വരുന്ന ചേഞ്ചാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? മിക്കവരുടെയും ചിന്താഗതി എന്നാന്ന് വെച്ചാൽ ഇത് നമ്മൾ കഷ്ടപ്പെട്ട് സഹിക്കേണ്ട കാര്യമാണെന്ന്. ഓഫ് കോഴ്സ് നമ്മൾ ഈ ഒരു സ്റ്റേജ് കടന്നു പോകണം. ഡെലിവറി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പോസ്റ്റ്പാർട്ടം, അത് വേറൊരു കാര്യമുണ്ട്, ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. അത് പലർക്കും പലതായിരിക്കും, ചിലർക്ക് ഉണ്ടാവില്ല. പക്ഷെ കൂടുതൽ ആൾക്കാർക്കും പോസ്റ്റ്പാർട്ടം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സ്റ്റേജാണ്. പക്ഷെ അതല്ല, വളരെ കുറച്ച് ആൾക്കാർക്ക് ഇതേപോലെ ഭയങ്കര സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. എന്ന് വെച്ചപ്പോൾ ഒരാൾ ഭയങ്കര ഓക്കെ ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് വേറൊരാളുടെ സ്റ്റേജ് അതായിരിക്കണം എന്നില്ല. വേറൊരാൾ ഭയങ്കര മോശം കണ്ടീഷൻ കൂടിയായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഉണ്ടല്ലോ നമ്മൾ സൊസൈറ്റി ചെയ്യുന്നത്, നമ്മളെപ്പോഴും ജഡ്ജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് അവളെ കണ്ടോ, അവൾക്കൊരു കുഴപ്പമില്ല, പിന്നെ നിനക്ക് എന്താണ് കുഴപ്പം എന്ന ക്വസ്റ്റ്യനാണ് എല്ലാവരും ചോദിക്കുന്നത്. പലരും പറയുന്നതാണ് പണ്ടത്തെ അമ്മമാർക്കൊന്നും കുഴപ്പമില്ലായിരുന്നു. എൻ്റെ അമ്മയോട് ഞാൻ ചോദിച്ചിട്ടുണ്ടല്ലോ, അമ്മയ്ക്കും ഇതേ അനുഭവം തന്നെയാണ്. പക്ഷെ അത് അമ്മേനെ കെയർ ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് ഈ പറയുന്ന ഇതിലും വലിയ ബുദ്ധിമുട്ടുകൾ വേറെ വീട്ടിലുണ്ടായിരുന്നു. നമ്മുടെ പേരൻസ്, അതായത് 90s കിഡ്സിന്റെ അമ്മമാർക്ക് ഈ ഒരു അവസ്ഥയൊക്കെ തന്നെയായിരിക്കും. അവർക്ക് എപ്പോഴും കഷ്ടപ്പാടാണ്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു മൂഡ് സ്വിങ്സും കാര്യങ്ങളൊന്നും അവർക്ക്
ലൈക്ക് എപ്പോഴും കഷ്ടപ്പാടാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ കഷ്ടപ്പാട് മാത്രം അവർക്ക് ലൈക്ക് അവർക്കത് മനസ്സിലാവുന്നില്ലായിരുന്നു. ഓക്കെ, ഇത് മൂഡ് സ്വിങ്സിൻ്റെ ആയിരുന്നു, ഇതല്ലാത്ത കഷ്ടപ്പാടാണ് എന്നവർക്ക് എന്താ പറയുക തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ലാതെ ചിലർ പറയുന്ന പോലെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഫാഷനൊന്നും അല്ല മൂഡ് സ്വിങ്സ്, അത് എല്ലാവർക്കും ഉണ്ട്. കാരണം ഹോർമോൺ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന കാര്യം, അതിന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ളതിൻ്റെ മെയിൻ റീസൺ, ഞാൻ ഈ പറയുന്നത് കേട്ട് ഒരാൾക്കെങ്കിലും തെറാപ്പി എടുക്കാനായിട്ട് തോന്നുവാണെങ്കിൽ അതെൻ്റെ വിജയമാണ്. കാരണം നമ്മളിത് സഹിച്ചു പിടിച്ച് കടിച്ചു പിടിച്ചിരിക്കേണ്ട കാര്യമല്ല. നമ്മൾ ഒട്ടും ഓക്കെ അല്ല എങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് കൺസൾട്ട് എ ഡോക്ടർ. കാരണം നമ്മുടെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ തെറാപ്പിക്ക് പോകുന്നുണ്ട് എന്ന് പറയാനുള്ളതിന് മെയിൻ റീസൺ തന്നെ എന്നെ പോലെ ഇതേപോലെ കഷ്ടപ്പെട്ട് ഹോർമോൺ ചേഞ്ചും മൂഡ് സ്വിങ്സും എല്ലാം കൊണ്ട് ഭയങ്കര കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരാൾക്കെങ്കിലും തെറാപ്പിക്ക് പോയി കഴിഞ്ഞാൽ അവർ ഓക്കെ ആയി കഴിഞ്ഞാൽ അതിന്റെ വിജയമാണ്. ഇപ്പോഴും സൊസൈറ്റി പറയുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെയൊക്കെയാണ് ലൈഫ്, നമ്മൾ സഹിക്കണം, നമ്മൾ സ്ത്രീകളാണ്, നമ്മളത് സഹിക്കണം, അമ്മമാരാണ്, നമ്മൾ സഹിക്കണം, എല്ലാത്തിൻ്റെ അവസാനം സഹിക്കണം എന്നൊരു വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളൊരു പൂർണ്ണ സ്ത്രീയാകും. പിന്നെ ഞാൻ ആശ്വസിക്കുന്നതെന്നറിയോ, അത് ആശ്വസിക്കുന്നതല്ല, അതൊരു സത്യമാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇതെല്ലാം ഒരു എവല്യൂഷൻ്റെ ഭാഗമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ പേരൻസ്, അതായത് നമ്മുടെ അമ്മ അനുഭവിച്ച അത്രയും കഷ്ടപ്പാടും നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ലൈക്ക് ഒരു 100-ൽ 5-10 പേര് അനുഭവിക്കുന്നുണ്ടാവും. എന്നാലും കൂടുതൽ ആൾക്കാരും അന്നത്തെ അത്രയും കഷ്ടപ്പാടും ദുരിതങ്ങളൊന്നും ഇന്ന് അനുഭവിക്കുന്നില്ല. കാരണം അത് എവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശിമാർ അനുഭവിച്ചതും നമ്മുടെ അമ്മമാർ അനുഭവിച്ചതിനേക്കാളും കഷ്ടമായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാം ഒരു എവല്യൂഷൻ്റെ ഭാഗമാണ്. അപ്പം നമ്മളെല്ലാം അതിൻ്റെ ഒരു പാർട്ടാണ്. ഇപ്പോൾ ഒരു 10, 20, 30 വർഷം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയിരിക്കും പിള്ളേർ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അപ്പന്മാർ കിച്ചണിൽ കയറി ഹെൽപ്പ് ചെയ്യുന്നവരൊക്കെ വളരെ കുറവല്ലേ, വളരെ കുറവ് ആൾക്കാരേ ഉള്ളൂ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഹസ്ബൻഡ്സിന് ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എന്നൊരു സ്റ്റേജിലോട്ട് വരെ എത്തി. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരും അതേപോലെ ഷെയറിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരും 2 ടൈപ്പ് ഓഫ് ആൾക്കാരും ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ അവിടെ നിന്ന് ഇവിടെ വരെ നമ്മൾ എത്തി. സോ ഇനിയൊരു 10, 30, 40 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് എല്ലാ ജോലികളും ഷെയർ ചെയ്യുക എന്നൊരു കൺസെപ്റ്റിലോട്ട് എത്തും. അപ്പോൾ നമ്മളെല്ലാം ഈ ഒരു എവല്യൂഷൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് സഹിച്ചേ പറ്റൂ. ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അതിപ്പോൾ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല, നമ്മൾ ജനിച്ചു പോയില്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ അത് അനുഭവിച്ചേ പറ്റുള്ളൂ. നെക്സ്റ്റ് ഒരു ഈ പറയുന്ന പോലെ 10-50 കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേക്കും വരുന്ന പെൺപിള്ളേർ നമ്മളെപ്പോലൊന്നും ആയിരിക്കത്തില്ല. അവർ കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി എല്ലാം ഹസ്ബൻഡും വൈഫും ഷെയർ ചെയ്ത് ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും വരാൻ പോകുന്നത്. ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ കൂടുതലും ഹെൽപ്പ് ചെയ്യുന്ന ഹസ്ബൻഡുകളാണ് കൂടുതലുള്ളത്. അല്ലാതെ അത് അവരുടെ ജോലിയായിട്ട് എന്ത് കാര്യത്തിലാണെങ്കിലും, കിച്ചണിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണോ, ഹെൽപ്പ് ചെയ്യാൻ വരട്ടെ എന്ന് ചോദിക്കുന്നവരാണ് കൂടുതലും ഉള്ളത്. സോ എല്ലാം ഒരു എവല്യൂഷൻ്റെ ഭാഗമാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, നിങ്ങൾ ഈ പോസ്റ്റ്പാർട്ടം സ്റ്റേജ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടൊരു കാര്യമല്ല. അപ്പോൾ പലർക്കും ഞാൻ പറഞ്ഞില്ലേ, എന്നെ പോലെ പലരുടെയും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നത് പോലെ വേറെ പലരുടെയും വീഡിയോസൊക്കെ കാണുമ്പോൾ പലർക്കും ഒരു ചിന്തയുണ്ടാകും, ഇത് ഭയങ്കര ഈസിയാണ്, ഞാൻ ഇത്രയും മോശമായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇവർക്കിത് പറ്റുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ അങ്ങനല്ല. ഞാനും ഒരു മനുഷ്യനാണ്, വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ഈ സ്റ്റേജ് കൊണ്ടുകൊടുക്കുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അതെൻ്റെ തെറാപ്പിയുടെ ഗുണം തന്നെയാണ്. ഒരുപാട് എന്നെ തെറാപ്പി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുട്ടിച്ചൻ്റെ എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും എന്നെ തെറാപ്പി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, അതിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും നിങ്ങൾ മെൻ്റലി ഒട്ടും ഓക്കെ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വട്ടുണ്ടെന്നൊന്നുമല്ല. നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെൻ്റലി ഓക്കെ അല്ല എങ്കിൽ അതിനൊരു ടേം ഉണ്ടോ, എന്തോ പാസീവ് സ്ട്രെസ്സോ അങ്ങനെ എന്തോ ഒരു ടേം ആണ്, എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല. ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, നമ്മൾ സ്ട്രെസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മളത് കൊടുക്കും. ഇപ്പോൾ എനിക്ക് ദേഷ്യം വന്നിരിക്കുന്ന സമയമാണ്, അത് എനിക്ക് ഒരു രീതിയിൽ എനിക്ക് പുറത്തു വിടാൻ പറ്റുന്നില്ല എങ്കിൽ എനിക്ക് പുറത്തു വിടാനുള്ള ഏക മാർഗ്ഗം ചിലപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് തീർക്കും, എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് തീർക്കും. അപ്പോൾ ഞാൻ അവരോട് ദേഷ്യപ്പെട്ടതിൻ്റെ ദേഷ്യത്തിൽ അവരത് വേറൊരാളുടെ അടുത്ത് തീർക്കും. സോ അതിനെന്താ പാസീവ് സ്ട്രെസ് എന്ന് അങ്ങനെ എന്താണ് പറയുന്നത്, ടേം എനിക്കറിയില്ല. പക്ഷേ ഇതാണ് ശരിക്കും നടക്കുന്നത്. നമ്മൾ സ്ട്രെസ് ഉള്ളിൽ ഇങ്ങനെ പിടിച്ചു വെക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഇൻ കേസ് നമ്മളെ ഉള്ളിൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ അത് പുറത്ത് കളയണം. ബാക്കിയുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത വേറെ ഏതെങ്കിലും രീതിയിൽ അത് പുറത്ത് കളയണം. അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് വരാത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പോസ്റ്റ്പാർട്ടം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു പണിയല്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്റ്റേജിൽ നമ്മളെക്കാളും നമ്മുടെ ചുറ്റുമുള്ളവർക്കാണ്
നമ്മൾ അവയർനെസ് കൊടുക്കേണ്ടത്. നമ്മൾ അത്രയും വൾണറബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. ഞാൻ കൺസൾട്ട് ചെയ്യുന്ന സൈക്കോളജിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനും ആദ്യമൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മൈ വേ ബൈ കല്യാണി അല്ലെങ്കിൽ പേളി മാണി ഇവരുടെയൊക്കെ ലൈഫ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് സുഖമായിട്ട് എന്ത് ഹാപ്പി ആയിട്ട് അവർ ജീവിക്കുന്നത്. ഇവർക്കും ഉണ്ട്, ഇവർക്കും വേറൊരു ഫേസ് ഉണ്ട്, നമ്മളിതൊന്നും കാണാത്തതാണ്. ഇവരുടെ നല്ല ഭാഗങ്ങൾ മാത്രമാണ് വീഡിയോയിൽ എടുത്തിടുന്നുള്ളൂ. സോ ടേക്കിംഗ് തെറാപ്പി ഇസ് നോട്ട് എ ബാഡ് തിങ്. വട്ടുള്ളവരല്ല തെറാപ്പി എടുക്കുന്നത്. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ല എങ്കിൽ നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. അവർ പ്രോപ്പറായിട്ട് നിങ്ങൾ ഗൈഡ് ചെയ്യും. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോട് എതിർപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കും ഇതേപോലത്തെ സിമിലർ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതേപോലെയൊക്കെ തന്നെയാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ലവ് യു, ടേക്ക് കെയർ.